ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16:17-18. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായ യാതൊന്നു കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. നമുക്കിതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതാണ്. ഇതിൻ്റെ രൂപരേഖയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എഴുതിയത് മർക്കോസ് തന്നെയാണ്. ഈ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യം എഴുതപ്പെട്ടു എന്ന് പറയപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. വിഷയം യേശു ദാസനായ ദാസനാണെന്ന്. യേശു ദാസനായ പുത്രനെന്ന് AD 55-56 ഇടയിലൊക്കെയാണ് ഇത് എഴുതിയിരുന്നത്. ഇതിനകത്ത് 12 ശിഷ്യന്മാരെ നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ യേശുവിൻ്റെ ശുശ്രൂഷ കാണാൻ, യേശുവിൻ്റെ പരീക്ഷ, പിശാചിനുള്ള പരീക്ഷ കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ സ്നാനം ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗലീലയിലെ ആ ശുശ്രൂഷയെ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതൊക്കെ നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ എല്ലാ കാര്യങ്ങളൊന്നും മർക്കോസ് ഇതിനകത്ത് ഈ 4 സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും ഇതിനകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അനേക കാര്യങ്ങൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഈ മർക്കോസിൻ്റെ സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വായിച്ചതുപോലെ എങ്ങനെ വിശ്വസിക്കണമെന്നാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. തൻ്റെ അനുയായികൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ അത്ഭുത പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം ഈ ഭൂമിയിലായിരുന്നപ്പോൾ അല്ലെങ്കിൽ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ഇഷ്ടമാണെന്ന് തിരുവെഴുത്തുകൾ വ്യക്തമായി കർത്താവ് ഇഷ്ടപ്പെടുന്ന അതാണ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. മത്തായി 10:1, മർക്കോസ് 3:14-15, ലൂക്കോസ് 9:2 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 14:12 നമ്മൾ കാണാൻ കഴിയുന്നത് യേശു സത്യശിഷ്യന്മാരിൽ ചെയ്യപ്പെടുന്ന അടയാളങ്ങളല്ല, അതല്ലെങ്കിൽ ഗ്രീക്കിലെ അവരുടെ സുവിശേഷം സത്യം യാഥാർത്ഥ്യമാണെന്നും ദൈവരാജ്യം ഭൂമിയിലേക്ക് ശക്തിയോടെ വന്നിരിക്കുന്നതെന്നും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് കർത്താവ് ഈ തിരുവെഴുത്തിൽ പഠിപ്പിച്ചത്. ജീവിക്കുന്നവനും എഴുന്നേറ്റവനുമായ യേശു തൻ്റെ ജനത്തോടു കൂടെ സന്നിഹിതനായിരുന്നു, അതിലൂടെ പ്രവർത്തിക്കുകയാണെന്നും യോഹന്നാൻ 10:25 പ്രവൃത്തി 30-32 ഉള്ള വസ്തുത നമ്മളെ ഉറപ്പാക്കി ഊന്നി പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരം ഒരു ജീവിതമായിരുന്നു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ കടന്നു വന്ന ജനത്തെ പഠിപ്പിച്ചത്. ദൈവികമായ ആലോചനകൾ പറഞ്ഞു കൊടുത്ത് അനേക രോഗികളെ സൗഖ്യമാക്കി, അനേകർ മരിച്ചവരെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു, അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് ചെയ്തു. അപ്പം വിശ്വസിക്കുന്ന ഓരോരുത്തരെ കുറിച്ചാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദിമ സഭയിലെ രേഖപ്പെടുത്തപ്പെട്ട അനേക കാര്യങ്ങൾ ഇതിനകത്ത് ചരിത്രത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുതുഭാഷകളിൽ സംസാരിക്കുന്നത്, അപ്പോൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നതൊക്കെ നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർപ്പവിഷം കടിച്ച് ആ വിഷം ചീറ്റുന്ന അനുഭവം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതൊക്കെ. അപ്പോൾ വിശ്വസിക്കുന്നവർ ഈ മരണത്തിൽ നിന്ന് സർപ്പം കടിച്ചാലും അതിനെ പിടിച്ചടക്കും, ആ വിഷം ചീറ്റിപ്പോകും എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അപ്രകാരമുള്ള വാക്യങ്ങളൊക്കെ ഒരുപാട് ഇതിനകത്ത് കാണുന്നുണ്ട്. പ്രവൃത്തി 5:15, 16 അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഒത്തിരി വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മരണത്തിൽ നിന്നുള്ള രക്ഷ, രോഗികളെ സൗഖ്യമാക്കുന്നത് എല്ലാം ഈ വിശ്വസിക്കുന്നവരെ ചെയ്യുമെന്നാണ്. രോഗികളെ അവർ സൗഖ്യമാക്കും. വിഷം കടിച്ചാൽ അത് ചീറ്റിപ്പോവും അല്ലെങ്കിൽ ചീന്തിപ്പോവും. വിഷം ഇറക്കാൻ കഴിയും. അതൊരു വിഷകാരിയല്ല, അത് ദൈവനാമത്തിൽ ചെയ്യുകയാണ്. കർത്താവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ അടയാളങ്ങളാണ് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. യേശുവിൻ്റെ മടങ്ങിവരവ് വരെ ക്രിസ്തുവിൻ്റെ സഭയ്ക്കുള്ളിൽ തുടരുവാനായി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ആത്മീക പ്രകടനങ്ങൾ. യേശുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ ഉടനെയുള്ള കാലഘട്ടത്തിനുള്ളിൽ മാത്രം പരിമിതിപ്പെടുത്തി അല്ലായിരുന്നു ഈ അടയാളങ്ങളെന്ന് തിരുവെഴുത്തുകൾ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ അതങ്ങനൊരു പരിമിതപ്പെടുത്തോളമല്ല. കർത്താവ് ഈ ഭൂമിയിലായിരുന്നു ചെയ്തു അതുപോലെ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ
ഒരു ദൈവത്തെ അറിയുന്നവർക്ക്, വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടന്നത്. വിശ്വസിച്ച അനേകരിൽ കൂടി ഇന്നും ഈ അടയാളങ്ങൾ നടക്കുന്നുണ്ടെന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4. ക്രിസ്തുവിൻ്റെ അനുയായികൾ രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവർക്ക് രക്ഷ കൊണ്ടുവരികയും. മത്തായി 22:19-20, മർക്കോസ് 16:15-16, ലൂക്കോസ് 24:47 എന്നത് മാത്രമല്ല, യേശു ചെയ്തതുപോലെ പ്രവൃത്തി 10:38 ഭൂതങ്ങളെ പുറത്താക്കിയും രോഗങ്ങളെയും വ്യാധികളെയും സൗഖ്യമാക്കിയും വിശ്വസിക്കുന്നവരെ ആ രാജ്യത്തിലേക്ക് വരേണ്ടതിനും വ്യക്തമാണ്. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് എവിടെ വിശ്വസിക്കുന്നു, അവിടെ അടയാളങ്ങൾ നടക്കുന്നു, അത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം അവിടെ സ്പഷ്ടം. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം ഇവിടെ കടന്നു വന്ന് സ്പഷ്ടമെന്ന് കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു. അത് കടന്നു വന്ന ദൈവജനത്തോടും പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 5. ഈ അടയാളങ്ങൾ ചുരുക്കം ചിലർക്ക് പ്രത്യേക വാഗ്ദാനങ്ങളല്ല, പിന്നെയോ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ സുവിശേഷത്തിന് സാക്ഷികൾ. അപ്പോൾ ഏത് വിശ്വസിക്കുന്ന ഒരാൾക്കോ രണ്ടുപേർക്കോ പ്രത്യേക ആൾക്കാർക്കോ ഒന്നും അല്ല ഇത് ലഭിക്കുന്നത്. ഏത് വ്യക്തി വിശ്വസിച്ചാലും അവർക്കത് നൽകപ്പെടുമെന്നുള്ള വാഗ്ദത്വമാണ് അവകാശപ്പെടുകയും ചെയ്യുന്നത്. എല്ലാ വിശ്വാസികൾക്കും വേണ്ടി നൽകപ്പെട്ടതാണെന്ന് മർക്കോസ് 16:15-20 സൂചിപ്പിക്കുന്നു. 16:15 മുതൽ 20 വരെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. എല്ലാ വിശ്വാസികൾക്കും, അതായത് ഏത് വ്യക്തികൾ വിശ്വസിക്കുന്നു, ഏത് മനുഷ്യൻ വിശ്വസിക്കുന്നു, അവർക്കെല്ലാവർക്കും വേണ്ടിയുള്ള അടയാളങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് സഭയിലെ അടയാളങ്ങൾ സംഭവിക്കുന്നതിൽ പരാജയപ്പെടുന്നത് തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ക്രിസ്തുവിൻ്റെ പരാജയമല്ല. യേശു പറയുന്നു, പരാജയം തൻ്റെ അനുയായികളുടെ ഹൃദയങ്ങൾക്കുള്ളിലാണ് ഇരിക്കുന്നത്. മത്തായി 17:17 കാണുക. അപ്പോൾ ഇന്ന് നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അനേക അത്ഭുതങ്ങൾ ഭൂമിയിൽ നടക്കുന്നു, അനേക രോഗികൾ സൗഖ്യമാകുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും അനേക സ്ഥലങ്ങളിലും സഭകളിലൊക്കെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. അതൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഉയർത്തി പറയുന്നു. അന്ന് കർത്താവ് ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തപ്പോൾ വിശ്വസിച്ചുകൊണ്ട് അനേകർ കർത്താവിൻ്റെ അടുക്കൽ കടന്നു വന്നു. ആ രക്തസ്രാവമുള്ള സ്ത്രീയെ തന്നെ നമുക്ക് എക്സാമ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലല്ല, അവൾക്ക് വേണ്ടി കർത്താവ് ആ ദേശത്ത് പോയി എന്നാണ് പറയപ്പെടുന്നത്. അവൾക്ക് വേണ്ടി കർത്താവ് ആ ദേശത്ത് പോയി അവളെ സൗഖ്യമാക്കാനായിട്ട് അവൾ ചെന്ന് കർത്താവിൻ്റെ പോയി മുട്ടും. അങ്ങനെ പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പിതാവ് പറഞ്ഞ ആലോചന പ്രകാരം കർത്താവ് ആ ദേശത്ത് കടന്നുപോയി. തൊട്ടുകൂടാത്തവരും തീണ്ടൽ കൂടാത്തവരും ആർക്കൻ്റെ അടുക്കൽ കടന്നു വരാൻ പറ്റത്തില്ല. അസ്ഥിയോട് ചേർന്നിരുന്നൊരു സ്ത്രീയായിരുന്നു. കാരണം ശരീരത്തുള്ള ബ്ലഡെല്ലാം വാർന്നു പോയ അവസ്ഥയിലായിരുന്നല്ലോ ആ സ്ത്രീ. എന്നാൽ ആ സ്ത്രീക്ക് ഒരിക്കലും ദൈവനിയോഗമായിരുന്നു. അവൾ ദൈവനിയോഗം പ്രാപിച്ച ഒരു വ്യക്തിയായിരുന്നു. അവൾ ദൈവത്തെ ഒന്ന് കാണണം, കർത്താവിനെ ഒന്ന് അറിയണം, ഇത് കേട്ടത് ശരിയാണോ എന്നറിയാം. അവൾ ആ വർത്തമാനം കേട്ട് ഓടിച്ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പയിൽ അല്ലെങ്കിൽ ആ തൂങ്ങിക്കിടന്നതായ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. പഴയ നിയമകാലത്തൊക്കെ പണ്ടുള്ള ഭക്തന്മാരുടെ വസ്ത്രങ്ങളിലും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രങ്ങളിലും യഹൂദന്മാരുടെ വസ്ത്രങ്ങളിലൊക്കെ ഈ താഴെ വശത്ത് ദൈവത്തിൻ്റെ വചനം എഴുതി വെക്കുമായിരുന്നു. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ ഊന്നി അവൾ പോയി തൊടുവാനിടയിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നേക്കാം, നിൻ്റെ എടുപ്പണിരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനത്തിലേക്ക് സ്ത്രീ ഓടിച്ചെന്ന് തൊട്ടതിൻ്റെ ഫലമായിട്ട് ആ സമയത്ത് തന്നെ കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ചു. അവൾ സൗഖ്യം പ്രാപിക്കാനാണ്. അത്രമാത്രം വിശ്വാസമായിരുന്നു. വിശ്വസിക്കുന്നയാൾ മാത്രമേ അടയാളം നടക്കത്തുള്ളൂ. അങ്ങനെ കർത്താവിന് അറിയാമായിരുന്നല്ലോ. കർത്താവ് പെട്ടെന്ന് തിരിഞ്ഞു ചോദിച്ചിട്ട് പറഞ്ഞു, എന്നെ തൊട്ടരാറ്. കാരണം ദൈവിക സൗഖ്യം അവിടെ പ്രാപിക്കുന്നതായിട്ട് കർത്താവിനും ദൈവമാണല്ലോ, കർത്താവാണല്ലോ, യേശു കർത്താവ് കർത്താവാണല്ലോ, ദൈവമാണല്ലോ. അതുകൊണ്ട് യേശു കർത്താവിനൊപ്പം തന്നെ മനസ്സിലായി ദൈവിക സൗഖ്യം, ദൈവിക ശക്തി അവിടെ ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നത്. അവിടെ സകല രോഗങ്ങളും കഷ്ടപ്പാടും ആ സമയത്ത് അവൾ ഏത് വ്യാധി പിടിച്ച വ്യക്തിയാണെങ്കിലും കർത്താവിനെ സ്പഷ്ടമായിട്ട് തൊടുകയും വിശ്വസിക്കുകയും ചെയ്യുവാണെങ്കിൽ അത്ഭുത വിടുതലുകൾ പ്രാപിക്കാൻ കഴിയുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അവർ ഭൂതങ്ങളെ പുറത്താക്കും, ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മരണകരമായി സർപ്പം കടിച്ചാലും അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ വിട്ടുപോകുന്ന പഴയ ഭക്തന്മാരും പഴയ ആൾക്കാരും ഒക്കെ പണ്ടത്തെ കാലത്തൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അനേകർ പാമ്പ് കടിച്ചവരെയൊക്കെ ദൈവം സൗഖ്യമാക്കിയതായിട്ട് ക്രിസ്തുവിനോട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ സാത്താൻ്റെ രാജ്യത്തോട് പോരാടുമ്പോൾ തൻ്റെ അധികാരം, ശക്തി, ശാന്തി എന്നിവ നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ക്രിസ്തു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. മത്തായി 26:18 ലൂക്കോസ്
24 47 49 വായിക്കും. സുവിശേഷം പ്രസംഗിച്ചും നീതിയുള്ള നീതി നയിച്ചു. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ചും ജനത്തെ അവരുടെ അടിമത്തത്തിൽ നിന്നും, അതായത് പിശാചിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നും, പിശാചിനെ എൻ്റെ ശക്തിയിൽ നിന്നും ജനത്തെ വിടുവിക്കുന്ന ഒരു അനുഭവമായിരുന്നു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ജനത്തിന് പറഞ്ഞു കൊടുത്തതും ജനത്തെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ഇന്നത്തെ പഠിപ്പിക്കലല്ലായിരുന്നു അന്നത്തെ പഠിപ്പിക്കൽ. എന്നാലേ അന്ന് കർത്താവ് എത്രയോ പേരെ സൗഖ്യമാക്കി. അതെല്ലാം പുസ്തകത്തിൽ രേഖയിൽ എഴുതിയാൽ ഒന്നും അതെല്ലാം ഒതുങ്ങത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് മഷിയോ അല്ലെങ്കിൽ പേനയോ ഒന്നും കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഈ ലോകത്തിലൊന്നും ഒതുങ്ങത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം എഴുതാത്തത്. അനേകരെന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ്, ഞാൻ ചെയ്തതിലും അധികം അടയാളം നിങ്ങൾ ചെയ്യുമെന്ന്. അതുപോലെ ശിഷ്യന്മാർ ചെയ്യുവാനിടയായി. അനേക രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, അനേക പാമ്പ് കടിച്ചവരെയൊക്കെ രക്ഷപ്പെടുത്തി, മരിച്ചവരെ ഉയർപ്പിച്ച്, അങ്ങനെയൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ കാലത്തുള്ള ശുശ്രൂഷ അല്ലായിരുന്നു അന്നത്തെ കാലത്തുള്ള ശുശ്രൂഷ. കർത്താവ് എത്ര പേരെ സൗഖ്യമാക്കി, എന്നിട്ടും കർത്താവ് ഒന്നിനകത്ത് എഴുതി വെച്ചില്ല ഞാൻ ഇത്രയും പേരെ സൗഖ്യമാക്കി, ഞാൻ ഇത്രയും പേരെ സൗഖ്യമാക്കി എന്നൊന്നും. അതുപോലൊരു ശുശ്രൂഷയാണ് ദൈവം ഈ നാളുകളിൽ നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. മർക്കോസ് 16-ന്റെ 17-ഉം 18-ലൊക്കെ നമ്മൾ കാണുന്നത്. വിശ്വാസമുള്ളവരായിരിക്കാന് ഞങ്ങൾ പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? കർത്താവിൻ്റെ വചനം പറയുന്നത് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ അങ്ങ് വിളിച്ച്, ഇല്ലാത്ത ഒരു സാധനം അവിടെ ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുവാണെങ്കിൽ നമുക്ക് ഏത് രോഗത്താൽ നമ്മൾ ഭാരപ്പെട്ടാലും നമുക്ക് വിടുതലായിരിക്കും. അതുപോലെ അടയാളങ്ങൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്തടയാളമാണ്? ഈ താഴെ പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിൽ കൂടി മാത്രമേ അത് നടക്കത്തുള്ളൂ. എൻ്റെ നാമത്തിൽ അവർ പോകും. കർത്താവിൻ്റെ നാമത്തിൽ മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്നത്തെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എങ്ങനെയാണ്? എൻ്റെ നാമം ഞാൻ ചെയ്തു, ഞാനെന്നല്ല പാപം. ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കാത്തത്. അവർ എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, എൻ്റെ നാമത്തിൽ പുതുഭാഷകളിൽ സംസാരിക്കും, എൻ്റെ നാമത്തിൽ സർപ്പങ്ങളെ പിടിച്ചടക്കും, മരണകരമായി യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വ്യക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും, നമ്മൾ ആരാധിക്കുകയാണെങ്കിലും, അല്ല നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുകയും ദൈവ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അനേക രോഗികൾ സൗഖ്യമാകും. അതേപോലെ ആ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അനേക എതിർപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയത്തില്ല. എങ്കിലും മനസ്സിൽ നമ്മൾ അടുക്കളയിൽ പോകുമ്പോഴും, ബാത്റൂമിൽ പോകുമ്പോഴും, ജോലി സ്ഥലത്ത് പോകുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും, നടക്കുമ്പോഴും, പോകുമ്പോഴും ഒക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമല്ലോ. അല്ലെ, നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യമില്ലാത്തൊരു വ്യക്തിയാണ്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് വീട്ടിലങ്ങ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏത് സർപ്പം കടിച്ചാലും അതിനെ പിടിച്ചടക്കുമെന്നാണ്. വിഷം കടന്നു വരുന്ന അനുഭവം, ആ വിഷത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ പിടിക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നത്. അപ്പം സർപ്പവിഷം കൊണ്ടുള്ള മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അപ്പോൾ സർപ്പവിഷം നമ്മളെ കടിച്ചാൽ ആ മരണത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളല്ലല്ലോ സൗഖ്യം കൊടുക്കുന്നത്, നമ്മൾ ഒരു മുഖാന്തരമായി തീരുന്നു. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഊന്നൽ കൊടുത്തല്ലേ നമ്മളൊരു വ്യക്തി, നമ്മൾ അവിടെ ചെന്നിട്ട് ആ കർത്താവ് അവിടെ ഇറങ്ങി പ്രത്യക്ഷമായി ചെയ്യുന്നതല്ല. അതല്ലല്ലോ ദൈവം പറഞ്ഞത്, നിങ്ങൾ ഭൂതങ്ങളെ പിടിച്ചു. കർത്താവ് ചെയ്യുമെന്നല്ല പറഞ്ഞത്. നമ്മളെ അവിടെ ഒരു മുഖാന്തരമാക്കി തീർത്തിട്ട് നമ്മളിൽ കൂടി കർത്താവ് അത് ചെയ്തെടുക്കുന്നു. നമ്മുടെ കരം കൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് നമ്മൾ ചെയ്തെടുക്കുന്ന അനുഭവമാണ് അതുകൂടെ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ പിന്നെ കർത്താവിന് മേളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അതങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ. എന്നാൽ അതല്ല, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി അതല്ല. ദൈവം പറയുന്നത് പ്രകാരമാണ്. ദൈവം പറയുന്ന ഇപ്രകാരമാണ്, നീ ചെയ്തെടുക്കണം. നിന്നെക്കുറിച്ചുള്ള എൻ്റെ ഉദ്ദേശം നീ അത് ചെയ്തെടുക്കണം. നിന്നെ ഭൂമിയിൽ ഞാൻ അതിനാണ് ആക്കി വെച്ചിരിക്കുന്നതെന്ന്. ദൈവം പല ഉദ്ദേശത്തോടാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത്. ആ ഉദ്ദേശപ്രകാരം നമ്മൾ ആയിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവ നിയോഗം എന്താണ്? ദൈവിക ആലോചന ഉണ്ട്. ദൈവ പദ്ധതി എന്താണ്? എന്നെക്കുറിച്ചുള്ള പദ്ധതി, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്? ഞാൻ സഭയിലാണെങ്കിൽ, ഞാൻ ചുറ്റുപാടിലാണെങ്കിൽ, ശുശ്രൂഷയിലാണെങ്കിൽ അത് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം
എന്താണ് കർത്താവ് ദൈവ നിയോഗം പ്രാപിച്ച ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ദൈവിക പദ്ധതിയുള്ള ഒരു വ്യക്തി, ദൈവിക ആലോചനയുള്ള ഒരു വ്യക്തി, ദൈവ മഹത്വം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നമുക്ക് കൃപകൾ, കൃപാവരങ്ങൾ എല്ലാം നമുക്ക് ദൈവം തരുമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. അതിനുവേണ്ടി നമ്മൾ ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനുവേണ്ടി നിൽക്കുവാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന കാര്യം ഇന്ന് രാത്രികാലം നാം മറന്നു പോകരുത്. ഈ വചനങ്ങളെ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നുള്ളൂ.